അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോൺഗ്രസ് നേതാവ് കെ ബാബു എംഎൽഎക്ക് കോടതി സമൻസ്. 2007-2016 കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതായി ഇഡി കണ്ടെത്തിയിരുന്നു. സലീം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. സലീം മുഹമ്മദ്, എന്തൊക്കെയാണ് ഇതിൽ ഉള്ള നടപടികൾ? അഡ്മിഷൻ അതായത് 2007-2016 കാലഘട്ടത്തിൽ എംഎൽഎ എന്ന കാലഘട്ടത്തിൽ ബാബു വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന് ഇഡി നേരത്തെ കണ്ടെത്തിയിരുന്നു. അത് വിജിലൻസ് നടത്തിയ അന്വേഷണത്തെ തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ രംഗത്ത് വരികയും അന്വേഷണം നടത്തുകയും ചെയ്തത്. 25 ലക്ഷത്തിന്റെ അനധികൃത സ്വത്ത് ഇഡി കണ്ടുകെട്ടുകയും കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ കല്ലൂർ PMLA കോടതി സമൻസ് അയച്ചത്. നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ ഹാജരാകണം എന്നാണ് ഈ സമൻസിൽ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. ഈ 2007 ജൂലൈ 1 മുതൽ 2016 ജനുവരി 25 വരെ കെ ബാബുവിന് നിയമസഭാംഗം എന്ന നിലയ്ക്ക് ലഭിച്ച ആനുകൂല്യങ്ങളുടെ കണക്ക് വിജിലൻസ് പരിശോധിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ 10 മടങ്ങ് സ്വത്ത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം സ്ഥാവര ജംഗമ വസ്തുക്കളായി വാങ്ങിക്കൂട്ടുകയും അത് തന്റെ സ്വത്തിന്റെ ഭാഗമായി മാറ്റുകയും ചെയ്തു എന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തി കേസെടുത്തത്. ആ കേസിനെ തുടർന്നാണ്, ആ കേസിന്റെ പിൻപറ്റിയാണ് ഇഡി അന്വേഷണത്തിലേക്ക് വരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയും ചെയ്തത്. അങ്ങനെ ഇഡി പരിശോധന നടത്തി അതിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രത്തിന്റെ തുടർ നടപടിയാണ് ഇപ്പോൾ സമൻസ് എന്ന് പറയുന്നത്. ബാബു നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണം. അതായത് അതിനർത്ഥം ഇത് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ആ കുറ്റപത്രത്തിന്റെ തുടർ നടപടിയിലേക്ക് കോടതി കടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിചാരണ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. വിചാരണ ചെയ്ത് കുറ്റവിചാരണയ്ക്ക് ബാബു വിധേയനാകേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഗൗരവതരമായ സാഹചര്യമാണ്. അതും ഒരു പൊതുപ്രവർത്തകൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന കാര്യത്തിൽ ഏതായാലും ഗൗരവതരമാണ് കാര്യം. ഇനി ബാബു കോടതിയിൽ ഹാജരായി എന്തു പറഞ്ഞാലും അതിൽ വിചാരണയിലേക്ക് കടന്ന് വിചാരണ പൂർത്തിയാക്കി അതിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി കണ്ടെത്തുന്നത് വരെ പ്രശ്നമാണ്. അതിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ രാഷ്ട്രീയമായി കോൺഗ്രസിനെയും വ്യക്തിപരമായി കെ ബാബുവിനെയും തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സമൻസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും കെ ബാബുവിനെതിരെ നിരവധി ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിരുന്നതാണ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലൊക്കെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല, വസ്തുതകളുള്ള ഒരു അന്വേഷണമായി മാറുന്നു, അല്ലെങ്കിൽ അത്തരം കണ്ടെത്തലുകളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ സമൻസ് നൽകുമ്പോൾ പറയാവുന്ന വിവരം, അല്ലേ സലി? തീർച്ചയായും അത് വിജിലൻസ് തന്നെ നേരത്തെ കണ്ടെത്തിയിരുന്നു, സംസ്ഥാന വിജിലൻസ്. പക്ഷെ അത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. രാഷ്ട്രീയ താല്പര്യത്തോടെ വിജിലൻസ് കെ ബാബുവിനെ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു കോൺഗ്രസും കെ ബാബു അതിന് നൽകിയ മറുപടിയും വിശദീകരണവും. പക്ഷെ വിജിലൻസ് കണ്ടെത്തിയത് 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് അനധികൃതമായി കെ ബാബു സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു. ആ കേസെടുത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ മറ്റൊരു ഏജൻസി കേസെടുത്ത് FIR ഇട്ട പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇഡി രംഗത്ത് വരികയും ഇഡി അന്വേഷണം നടത്തുകയും ചെയ്തു. അതേ കാര്യം ഇഡിയും കണ്ടെത്തി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു. നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അത് കോടതി തുടർ നടപടിയുള്ള ഭാഗം സമൻസ് അയച്ചിട്ടുണ്ട്.